കേരള രാഷ്ട്രീയത്തിൽ ഇപ്പോൾ വലിയൊരു ചർച്ച നടക്കുകയാണ്. ദേശീയപാത വികസനത്തിന്റെ ഉദ്ഘാടന ചടങ്ങിൽ നിന്ന് പൊതുമരാമത്ത് മന്ത്രി മുഹമ്മദ് റിയാസിനെ ഒഴിവാക്കി എന്ന് പറഞ്ഞ് വലിയൊരു ബഹളം ഇവിടെ നടക്കുന്നു. മുഖ്യമന്ത്രിയും സംഘവും പരിപാടി ബഹിഷ്കരിക്കുന്നു. കോഴിക്കോട് സമാന്തര റാലി നടത്തുന്നു. എന്നാൽ ഈ വിവാദങ്ങളുടെ മുനയൊടിക്കുന്ന ഒരു മാസ് മറുപടിയുമായി രംഗത്തെത്തിയിരിക്കുകയാണ് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി. സുരക്ഷാ പ്രോട്ടോകോൾ എന്താണെന്നും അത് പാലിക്കാൻ എല്ലാവരും ബാധ്യസ്ഥരാണെന്നും അദ്ദേഹം ഓർമ്മിപ്പിക്കുകയാണ്. എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത്? നമുക്ക് വിശദമായി നോക്കാം. സുരേഷ് ഗോപി വെളിപ്പെടുത്തിയ കാര്യം ശ്രദ്ധിക്കുക. പ്രധാനമന്ത്രി പങ്കെടുത്ത പരിപാടിയുടെ ഉദ്ഘാടനത്തിന് അദ്ദേഹം ചെന്നപ്പോൾ നടന്നത് എന്താണ്? അദ്ദേഹം ഒരു കേന്ദ്രമന്ത്രിയാണ്, ഈ നാട് മുഴുവൻ അറിയുന്ന സൂപ്പർ സ്റ്റാർ ആണ്. എന്നിട്ടും സുരക്ഷാ ഉദ്യോഗസ്ഥർ അദ്ദേഹത്തെ തടഞ്ഞു. അവിടെ ഉണ്ടായിരുന്ന കേരള പോലീസ് ഉദ്യോഗസ്ഥർ SPG ഗ്രൂപ്പിനോട് പറഞ്ഞു ഇത് സെൻട്രൽ മിനിസ്റ്റർ ആണെന്ന്. പക്ഷേ SPGക്ക് അതൊന്നും അറിയേണ്ട കാര്യമില്ല. അവരുടെ ഡ്യൂട്ടി പ്രധാനമന്ത്രിയുടെ സുരക്ഷയാണ്. ഇല്ല, ഞങ്ങൾക്ക് പരിശോധിക്കണം എന്ന് പറഞ്ഞ് അവർ സുരേഷ് ഗോപിയെ അടിമുടി പരിശോധിച്ചു. നമ്മൾ സിനിമയിൽ മാത്രം കണ്ടിട്ടുള്ള ആ കടുത്ത പരിശോധനകൾ. അദ്ദേഹത്തോട് തിരിഞ്ഞു നിൽക്കാൻ പറഞ്ഞു. ദേഹ പരിശോധന നടത്തി. ഷർട്ടിനുള്ളിൽ ലോഹ സാന്നിധ്യം കണ്ടപ്പോൾ അദ്ദേഹം തന്നെ ഷർട്ട് പൊക്കി കാണിച്ചു കൊടുത്തു. അത് ബെൽറ്റിന്റെ ബക്കിൾ ആണെന്ന് ബോധ്യപ്പെടുത്തി. ഒന്ന് ആലോചിച്ചു നോക്കൂ, ഒരു കേന്ദ്രമന്ത്രി ഇത്രത്തോളം വിനയത്തോടെ സുരക്ഷാ നിയമങ്ങൾ പാലിക്കുമ്പോൾ ഇവിടെയുള്ളവർക്ക് ഒരു ആധാർ കാർഡ് ചോദിച്ചാൽ ഉടനെ അത് അപമാനമായി തോന്നും. സുരേഷ് ഗോപി ചോദിക്കുന്നത് ലളിതമായ കാര്യമാണ്. രാജ്യത്തിന്റെ ആഭ്യന്തരമന്ത്രി അമിത്ഷായോട് വരെ ആധാർ ചോദിക്കുന്ന സിസ്റ്റമാണിത്. അവിടെയാണോ ഈ ചെറിയ കാര്യത്തിന് രാഷ്ട്രീയ വിവാദം ഉണ്ടാക്കുന്നത്? ഇനി നമുക്ക് പ്രധാന വിഷയത്തിലേക്ക് വരാം. ദേശീയപാത ഉദ്ഘാടനത്തിന് റിയാസിനെ വിളിച്ചില്ല എന്നാണ് പരാതി. അല്ലെങ്കിലും റിയാസിനെ അവിടെ വിളിക്കേണ്ട ആവശ്യം എന്താണ്? ഇതൊരു കേന്ദ്ര പദ്ധതിയാണ്. കേന്ദ്ര സർക്കാർ നേരിട്ട് നടപ്പിലാക്കുന്ന പദ്ധതി. അതിൽ ആരെ അതിഥിയാക്കണം എന്നത് കേന്ദ്രത്തിന്റെ തീരുമാനമാണ്. റിയാസിനെ വിളിച്ചില്ലെങ്കിൽ അവിടെ വികസനം നടക്കില്ലേ? അതോ ഉദ്ഘാടനം മുടങ്ങുമോ? ഇവിടെയാണ് സുരേഷ് ഗോപി മറ്റൊരു പ്രധാന പോയിന്റ് പറയുന്നത്. കേന്ദ്ര ഫണ്ട് ഉപയോഗിച്ച് മണ്ഡലങ്ങളിൽ നടത്തുന്ന സംസ്ഥാന സർക്കാർ പദ്ധതികളുടെ ഉദ്ഘാടനം കേന്ദ്രമന്ത്രിയായ തന്നെ അറിയിക്കാറുണ്ടോ? ഇല്ല. അങ്ങനെയെങ്കിൽ സുരേഷ് ഗോപി ഓരോ ദിവസവും എത്ര സമാന്തര ഉദ്ഘാടനങ്ങൾ നടത്തേണ്ടി വരും? തനിക്ക് ലഭിക്കാത്ത ഒരു പരിഗണനയ്ക്ക് വേണ്ടി അദ്ദേഹം എവിടെയെങ്കിലും ബഹളം വെക്കുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഇല്ല. കാരണം അദ്ദേഹത്തിന് വേണ്ടത് ജനങ്ങളുടെ നന്മയാണ്, അല്ലാതെ ഫോട്ടോയിൽ മുഖം കാണിക്കലല്ല. മന്ത്രി MP രാജേഷിന്റെ കാര്യം നോക്കൂ. തിരുവനന്തപുരത്ത് പ്രധാനമന്ത്രി വന്നപ്പോൾ അദ്ദേഹത്തോടും ആധാർ ചോദിച്ചു. ഉടനെ അദ്ദേഹം അത് വലിയ അപമാനമായി പ്രഖ്യാപിച്ചു. ഞാൻ ബഹിഷ്കരിക്കുമെന്ന് ഭീഷണി മുഴക്കി. ഒരു മന്ത്രിയായാൽ നിയമത്തിന് മുകളിലാണോ? പ്രധാനമന്ത്രിയുടെ സുരക്ഷാ വലയത്തിൽ കയറണമെങ്കിൽ നിശ്ചിത മാനദണ്ഡങ്ങൾ പാലിച്ചേ പറ്റൂ. റിയാസിനെ വിളിച്ചില്ല എന്ന് പറഞ്ഞ് കോഴിക്കോട് റാലി നടത്തുന്നത് ആരെ കാണിക്കാനാണ്? CPM-ന് ഇപ്പോൾ രാഷ്ട്രീയ വിവാദങ്ങൾ ആവശ്യമാണ്. വരാനിരിക്കുന്ന തിരഞ്ഞെടുപ്പിൽ ജനങ്ങളുടെ ശ്രദ്ധ തിരിക്കാനുള്ള വെറും പ്രചാരണം മാത്രമാണിത്. ഇതിനെ രാഷ്ട്രീയമായി മാത്രം കണ്ടാൽ മതിയെന്ന് സുരേഷ് ഗോപി പറയുമ്പോൾ അതിൽ വലിയൊരു സത്യമുണ്ട്. വികസനം വരുമ്പോൾ അത് ആരുടെ പേരിലായാലും ജനങ്ങൾക്ക് ഗുണകരമാകുന്നുണ്ടോ എന്ന് നോക്കുന്നതിന് പകരം എന്റെ പേര് വെച്ചില്ല എന്ന് പറഞ്ഞ് കരയുന്നത് ഒരു മന്ത്രിക്കും ചേർന്നതല്ല. സുരേഷ് ഗോപി കാണിച്ച ആ ആർജവം നമ്മൾ കാണാതെ പോകരുത്. എന്നെ തുണി പൊക്കി കാണിച്ചു എന്ന് പറയുന്ന സംസ്കാരവും ഇവിടെ ഉണ്ട് എന്ന് അദ്ദേഹം പരിഹസിക്കുമ്പോൾ അത് കൊള്ളുന്നത് ഈ വിവാദങ്ങൾ ഉണ്ടാക്കുന്നവർക്കാണ്. അധികാരത്തിന്റെ അഹങ്കാരമില്ലാതെ സാധാരണക്കാരനായി നിയമത്തിന് മുന്നിൽ നിന്ന് കൊടുക്കുന്ന ഒരു ജനപ്രതിനിധിയാണ് നമുക്ക് ആവശ്യം. അല്ലാതെ ഒരു ഇരിപ്പിടത്തിന് വേണ്ടിയോ ഒരു ക്ഷണക്കത്തിന് വേണ്ടിയോ വാശി പിടിക്കുന്നവരെയല്ല. റിയാസിനെ വിളിച്ചില്ല എന്ന വിഷയം ഉയർത്തിക്കാട്ടി വികസനത്തെ തടയാൻ നോക്കുന്നവർക്കുള്ള കാരണത്തേറ്റ അടിയാണ് സുരേഷ് ഗോപിയുടെ ഈ വാക്കുകൾ. മാസ് മറുപടി എന്ന് പറഞ്ഞാൽ ഇതാണ് യഥാർത്ഥ മാസ്. ഇനി ഏറ്റവും വലിയ തമാശ എന്താണെന്ന് വെച്ചാൽ ഭരണഘടനയെ തൊട്ട് സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റ മന്ത്രിമാർക്ക് പോലും ഈ രാജ്യത്തെ സുരക്ഷാ പ്രോട്ടോകോളുകളെ കുറിച്ച് അറിയില്ല എന്നതാണ്. പ്രധാനമന്ത്രിയുടെ സുരക്ഷ എന്നത് ഒരു വ്യക്തിയുടെ ഇഷ്ടാനിഷ്ടങ്ങൾക്കനുസരിച്ച് മാറുന്ന ഒന്നല്ല. അത് SPG ബ്ലൂ ബുക്ക് അനുസരിച്ചുള്ള കർശനമായ നിയമമാണ്. ഒരു മന്ത്രി ആയിരുന്നിട്ടും ആ നിയമത്തോട് സഹകരിക്കുന്നതിന് പകരം അതിനെ അപമാനം എന്ന് വിളിക്കുന്നത് എത്രത്തോളം ക്രൂരമാണ്. നിയമം എല്ലാവർക്കും ഒന്നാണെന്ന് സാധാരണക്കാരനറിയാം. പക്ഷെ നമ്മുടെ മന്ത്രിമാർക്ക് മാത്രം അതറിയില്ല. ഇവിടെ പ്രശ്നം നിയമമല്ല, മറിച്ച് ഞാൻ മന്ത്രിയാണ്, എനിക്ക് പ്രത്യേക പരിഗണന വേണം എന്ന അധികാര അഹങ്കാരമാണ്. സുരേഷ് ഗോപി എന്ന കേന്ദ്രമന്ത്രിക്കില്ലാത്ത എന്ത് ഈഗോയാണ് ഇവിടെയുള്ള സംസ്ഥാന മന്ത്രിമാർക്ക്? ഒരു സുരക്ഷാ ഉദ്യോഗസ്ഥൻ തന്റെ ഡ്യൂട്ടിയുടെ ഭാഗമായി തിരിച്ചറിയൽ രേഖ ചോദിച്ചാൽ അതിലെവിടെയാണ് അപമാനം? മന്ത്രിസ്ഥാനത്തിരിക്കുന്നവർ ഇത്രയും ഇടുങ്ങിയ ചിന്താഗതി വെച്ചു പുലർത്തുന്നത് നാണക്കേടാണ്.
മന്ത്രിസ്ഥാനത്തിരിക്കുന്നവർക്ക് തന്നെ നിയമം അറിയില്ലെങ്കിൽ പിന്നെ ഈ നാട്ടിലെ സാധാരണക്കാരന്റെ അവസ്ഥ എന്തായിരിക്കും? നിയമം പാലിക്കാൻ ബാധ്യസ്ഥരായവർ തന്നെ അതിനെതിരെ കലഹിക്കുമ്പോൾ അവർ എന്ത് മാതൃകയാണ് ജനങ്ങൾക്ക് നൽകുന്നത്? സുരേഷ് ഗോപി കാണിച്ചു തന്നത് ആ മാതൃകയാണ്. നിയമത്തിന് മുന്നിൽ താൻ വെറും ഒരു പൗരനാണെന്ന ബോധ്യം. നമ്മൾ ഗൗരവമായി ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട്. കേരളത്തിന്റെ മുഖ്യമന്ത്രി എന്നത് ഒരു ഭരണഘടനാ പദവിയാണ്. ആ പദവിയിൽ ഇരിക്കുന്ന ഒരാൾ തന്റെ മരുമകൻ കൂടിയായ മന്ത്രിയെ പരിപാടിയിൽ വിളിച്ചില്ല എന്നതിന്റെ പേരിൽ ഒരു സംസ്ഥാനത്തിന്റെ മൊത്തം വികസന ചടങ്ങ് ബഹിഷ്കരിക്കുക എന്ന് പറഞ്ഞാൽ അത് ആ പദവിക്ക് ചേർന്നതാണോ? കേരളത്തിൽ ഒരു വലിയ വികസനം വരുമ്പോൾ, ഒരു ദേശീയപാത യാഥാർത്ഥ്യമാകുമ്പോൾ ആ നാടിന് വേണ്ടിയുള്ളതാണ്. അവിടെ സന്തോഷിക്കുന്നതിന് പകരം എന്റെ മരുമകനെ സ്റ്റേജിൽ കയറ്റിയില്ല എന്ന് പറഞ്ഞ് പിഴങ്ങിയിരിക്കുന്നത് എത്രത്തോളം പരിഹാസമാണ്. വികസനത്തിന് രാഷ്ട്രീയമില്ല എന്ന് പറയുന്നവർ തന്നെ രാഷ്ട്രീയ ലാഭത്തിന് വേണ്ടി വികസന ചടങ്ങുകളെ ബഹിഷ്കരിക്കുകയാണ്. സുരേഷ് ഗോപി നൽകിയ മറുപടി ഇവിടെയാണ് പ്രസക്തമാകുന്നത്. അദ്ദേഹം പറഞ്ഞത് ലളിതമാണ്. നിയമത്തിന്റെ വഴിക്ക് പോകും. കേന്ദ്രം ഭരിക്കുന്ന പാർട്ടിയുടെ MP ആയിരുന്നിട്ടും ഇന്ന് കേന്ദ്രമന്ത്രി ആയിരുന്നിട്ടും തനിക്ക് ലഭിച്ച പരിശോധനകളെ അദ്ദേഹം അംഗീകരിച്ചു. എന്നാൽ ഇവിടെ ഒരു VIP പാസ് ഉണ്ടായിട്ട് പോലും ആധാർ കാർഡ് ചോദിച്ചത് വലിയ അപമാനമായി കാണുന്ന മന്ത്രിമാരാണ് നമുക്കുള്ളത്. ഒരു മന്ത്രി എന്നതിലുപരി താൻ രാജ്യത്തെ ഒരു പൗരനാണെന്ന ബോധ്യം ഇവർക്ക് എന്ന് വരും? പ്രധാനമന്ത്രിയുടെ സുരക്ഷാ ക്രമീകരണങ്ങൾ രാജ്യത്തിന്റെ അന്തസ്സാണ്. അതിനോട് സഹകരിക്കുക എന്നത് ഓരോ പൗരന്റെയും കടമയാണ്. ആ കടമ മറന്നുകൊണ്ട് ഇല്ലാത്ത മാനഹാനി ഉണ്ടാക്കി ബഹളം വെക്കുന്നത് ജനങ്ങൾ കാണുന്നുണ്ട്. മുഖ്യമന്ത്രിയോട് ഒരു ചോദ്യമേ ഉള്ളൂ. നാടിന്റെ പുരോഗതിയാണോ അതോ മരുമകന്റെ പ്രോട്ടോകോളാണോ നിങ്ങൾക്ക് വലുത്? കേന്ദ്ര ഫണ്ട് ഉപയോഗിച്ച് നടപ്പിലാക്കുന്ന പദ്ധതികളിൽ കേന്ദ്രത്തിന് അതിൻ്റെതായ മാനദണ്ഡങ്ങൾ ഉണ്ടാകും. അത് പാലിക്കാൻ എല്ലാവരും ബാധ്യസ്ഥരാണ്. സുരേഷ് ഗോപി എന്ന കേന്ദ്രമന്ത്രിക്കില്ലാത്ത എന്ത് പ്രത്യേകതയാണ് ഇവിടെയുള്ളവർക്കുള്ളത്? ജനങ്ങളുടെ നികുതിപ്പണം കൊണ്ട് നിർമ്മിച്ച പാതകളും പാലങ്ങളും ജനങ്ങൾക്ക് തുറന്നു കൊടുക്കുമ്പോൾ അതിൽ ആര് റിബൺ മുറിക്കുന്നു എന്നതിനേക്കാൾ ആ പദ്ധതി എത്ര വേഗം പൂർത്തിയായി എന്നതിനാണ് പ്രാധാന്യം നൽകേണ്ടത്. ക്രെഡിറ്റ് അടിച്ചു മാറ്റാൻ നടത്തുന്ന ഈ മത്സരങ്ങൾക്കിടയിൽ ഇത്തരം വിവാദങ്ങൾ ഉണ്ടാക്കി ജനങ്ങളെ വിഡ്ഢികളാക്കരുത്. ഈ വിഷയത്തിൽ നിങ്ങളുടെ കൃത്യമായ നിലപാട് എന്താണ്? തീർച്ചയായും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. മറ്റൊരു വിഷയവുമായി വീണ്ടും കാണാം. നന്ദി.